വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പൊ ഇന്ന് ഞാൻ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ റീപ്ലൈ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, കൊടുത്തിട്ടുണ്ട് മാക്സിമം. അപ്പൊ അതിൽ കൂടുതലും ക്രോസ് ഡ്രസ്സറിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രോസ് ഡ്രസ്സിങ് ചെയ്യുന്ന പീപ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ കരുതുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കുറെ പേര് ചോദിച്ചതുകൊണ്ട് അത് ആവശ്യമുള്ളതാണ് എനിക്ക് തോന്നി. അപ്പൊ അത് ഞാൻ ആദ്യം പറയാമെന്ന് കരുതി. അപ്പൊ ആദ്യം ക്രോസ് ഡ്രസ്സർ എന്നാൽ എന്തെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനു മുമ്പ് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. അതായത് എന്താണ് സിസ്ജെൻഡർ, എന്താണ് ട്രാൻസ്ജെൻഡർ എന്നുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ ക്രോസ് ഡ്രസ്സറും ട്രാൻസ്ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോസ് ഡ്രസ്സർ ആൻഡ് ട്രാൻസ്ജെൻഡർ. അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സമയത്ത് ഒരു മെയിലായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തി വളർന്നു വരുന്ന സമയത്ത് സ്വയം തിരിച്ചറിയാണ് ഞാനൊരു പെണ്ണാണ്. അതായത് നോർമൽ ആയിട്ടുള്ള അതായത് പുരുഷനാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ ഓപ്പോസിറ്റ് ജെൻഡറിന്റെ ബിഹേവിയർ ആയിരിക്കും. അതായത് ശരീരം ആണിൻ്റെതും മനസ്സ് പെണ്ണിൻ്റെതും. അതാണ് ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ചുണ്ട് ട്രാൻസ് മാൻ ഉണ്ട്. പുരുഷന്റെ അതായത് സ്ത്രീയുടെ ശരീരത്തിൽ ജനിച്ച് പുരുഷനായിട്ട് തിരിച്ചറിയുന്ന വ്യക്തികളെ ട്രാൻസ് മാൻ എന്ന് പറയും. അതായത് ബയോളജിക്കൽ സെക്സിന്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കും അവരുടെ ബിഹേവിയർ. അപ്പൊ അതാണ് ട്രാൻസ്ജെൻഡർ. അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഇടാം. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും എന്താണ് സിസ്ജെൻഡർ, എന്താണ് ട്രാൻസ്ജെൻഡർ. അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അവരുടെ ബോഡി, അതായത് മെയിൽ ആണെന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുന്ന സമയത്ത് സ്വയം തിരിച്ചറിയും അവരൊരു ആണല്ല പെണ്ണാണെന്ന്. അപ്പൊ അതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ജെൻഡറിന്റെ ബിഹേവിങ് ആയിരിക്കും. അപ്പൊ ശരീരം വേറൊന്ന്, ജെൻഡർ വേറൊന്ന്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടും മാച്ചിങ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയണത്. അപ്പൊ ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ രണ്ട് വിഭാഗക്കാരുണ്ട്. ക്രോസ് ഡ്രസ്സിംഗ് മാനും ഉണ്ട്, ക്രോസ് ഡ്രസ്സിംഗ് വുമണും ഉണ്ട്. ക്രോസ് ഡ്രസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വസ്ത്രധാരണം. അതായത് ഒരു ജെൻഡറിലുള്ള ഒരു വ്യക്തി ഓപ്പോസിറ്റ് ജെൻഡറിന്റെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നതിനെയാണ് ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ സാധാരണ പുരുഷന്മാര് പാന്റ്, ഷർട്ട് അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറ്. അതായത് മസ്കുലിൻ ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കാറ്. അപ്പോൾ ആ ഒരു പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രം ധരിക്കും. അതായത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിനോടാണ് താല്പര്യം കാണിക്കുക. പാവാട, ബ്ലൗസ്, സാരി അങ്ങനെ. അതായത് ഒരു ജെൻഡറിലുള്ള ഒരു വ്യക്തി ഓപ്പോസിറ്റ് ജെൻഡറിന്റെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രോസ് ഡ്രസ്സർ എന്ന് പറയുന്നത്. അത് മെയിൽ ടു ഫീമെയിലും ഉണ്ട്, ഫീമെയിൽ ടു മെയിലും ഉണ്ട്. ഒരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ജെൻഡർ മെയിലാണ്, പക്ഷെ പെണ്ണിന്റെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മെയിൽ ടു ഫീമെയിൽ ക്രോസ് ഡ്രസ്സർ എന്ന് പറയും. അതായത് ക്രോസ് ഡ്രസ്സിംഗ് വുമൺ എന്ന് പറയും. അതുപോലെ തന്നെ സ്ത്രീയായിട്ട് ജനിച്ച ഒരു വ്യക്തി സാധാരണ പാവാട, ബ്ലൗസ്, സാരിയൊക്കെയാണ് യൂസ് ചെയ്യാറ്. അവർ ഓപ്പോസിറ്റ് ജെൻഡറിന്റെ ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹിക്കും. പാന്റ്, ഷർട്ട് അങ്ങനെ ആൺപിള്ളേരുടെ ടൈപ്പിലായിരിക്കും ഡ്രസ്സ് ധരിക്കുക. അപ്പൊ അവര് നമ്മള് ഫീമെയിൽ ടു മെയിൽ ക്രോസ് ഡ്രസ്സർ എന്ന് പറയുന്നു. നോർമലായിട്ട് അതിന് ക്രോസ് ഡ്രസ് മാൻ എന്ന് പറയും. അതായത് ഒരു ജെൻഡറിലുള്ള വ്യക്തി ഓപ്പോസിറ്റ് ജെൻഡറിലെ ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെ നമുക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ട് കൂട്ടാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ ഒരു പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കാൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സ് പുരുഷന്റേതാണ്, അവരുടെ ബോഡി പുരുഷന്റേതാണ്, ക്രോമസോം എല്ലാം പുരുഷന്റേതാണ്. ഇനി അവർക്ക് ഒരു പെണ്ണിനോടായിരിക്കും താല്പര്യം കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഡ്രസ്സ് മാത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് അത് ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസ് ഒരു പുരുഷനാണ്, അവര് ഡ്രസ്സ് ധരിച്ചത് കൊണ്ട് അവര് ക്രോസ് ഡ്രസ്സർ ആവില്ല. ഇപ്പൊ ട്രാൻസ് സ്വയം തിരിച്ചറിയാണ് അവരൊരു പെണ്ണാണ്. അപ്പൊ അവര് സർജറി ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ ആയിട്ടുള്ള ഒരു പുരുഷനാണ്, സർജറി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവര് മനസ്സിൽ ഞാനൊരു പെണ്ണാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ്ജെൻഡർ ആണ്. അവർ ഡ്രസ്സ് ധരിച്ചെങ്കിൽ കൂടെ അവർ ക്രോസ് ഡ്രസ്സിൽ പെടില്ല, അവർ ട്രാൻസ് ആണ്. അതേസമയം നോർമൽ ആയിട്ടുള്ള ഒരു പുരുഷൻ ഇപ്പൊ അവര് മനസ്സുകൊണ്ട് ഒരു പുരുഷനായിട്ട് തന്നെ ഫീൽ ചെയ്യാണ്. എന്നിട്ട് അവര് സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അത് ക്രോസ് ഡ്രസ്സിംഗ് എന്നാണ് പറയാറ്. അപ്പൊ ട്രാൻസ്ജെൻഡറും ക്രോസ് ഡ്രസ്സറും രണ്ടും രണ്ടാണ്. ചിലവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പഴയ ഒരു ലൈഫിൽ, ഞാൻ സർജറി ചെയ്യാത്ത പഴയ ലൈഫിൽ പുരുഷനാണ്, പെണ്ണിന്റെ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ഡ്രസ്സർ ആവില്ല, അപ്പോഴും ഞാൻ ട്രാൻസ് ആണ്. പുരുഷനായിട്ടുള്ളപ്പോഴും ഞാൻ ട്രാൻസ് ആണ്. ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ജെൻഡർ മെയിലായിരിക്കും, ബോഡി മെയില്, ജെൻഡർ മെയില്, ഡ്രസ്സ് മാത്രം പെണ്ണിന്റെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കും.
ട്രാൻസ് എന്ന് പറയുമ്പോൾ ബോഡി മെയില്, ജെൻഡർ ഫീമെയിൽ ആയിരിക്കും, പെണ്ണിന്റെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ രണ്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ ക്രോസ് ഡ്രസ്സിങ്ങിൽ തന്നെ രണ്ട് തരം ആൾക്കാർ, രണ്ടല്ല, ഇപ്പോ ട്രാൻസില് ലെസ്ബിയൻ, അതായത് ട്രാൻസ്, അതായത് ഒരു ട്രാൻസ് പുരുഷനോട് താല്പര്യം കാണിക്കുന്നവരുണ്ടാവാം, സ്ത്രീയോട് താല്പര്യം കാണിക്കുന്നവർ. ലെസ്ബിയൻ ട്രാൻസ് വുമൻസ് ഉണ്ട്, സ്ട്രെയിറ്റ് ട്രാൻസ് വുമൻസ് ഉണ്ട്, ബൈസെക്ഷൽ ട്രാൻസ് വുമൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്രോസ് ഡ്രസ്സിങ്ങില് ഇപ്പൊ ഒരു പുരുഷൻ ക്രോസ് ഡ്രസ്സിംഗ് ആണെന്ന് വെച്ചാൽ, അതായത് അയാള് ബോഡി മെയിലാണ്, ജെൻഡർ മെയിലാണ്, പെണ്ണിന്റെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ സെക്ഷുവാലിറ്റി മാറാം. അതായത് ആ വ്യക്തിക്ക് സ്ത്രീയോട് താല്പര്യം കാണാം. സാധാരണ ക്രോസ് ഡ്രസ്സിങ്, അതായത് മെയിൽ എന്ന് പറയുമ്പോൾ പെണ്ണിനോടായിരിക്കും അട്രാക്ഷൻ തോന്നുക. പെണ്ണിന്റെ വസ്ത്രം ഇടാൻ ആഗ്രഹിക്കുന്നു, പെണ്ണിനോട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ചില സാഹചര്യത്തിൽ ക്രോസ് ഡ്രസ്സിങ്ങിൽ ഗേ ഉള്ളവരുണ്ടാവും, അതായത് പുരുഷനോട് താല്പര്യം കാണിക്കും. പുരുഷനാണ്, ജെൻഡർ മെയിലാണ്, പെണ്ണിന്റെ വസ്ത്രം ഇടുന്നു, എന്നിട്ട് പുരുഷനുമായിട്ട് സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ക്രോസ് ഡ്രസ്സിങ് ഗേ എന്നാ വരിക. അപ്പൊ അങ്ങനെ കാണുമ്പോഴും ചിലവർ വിചാരിക്കുന്നത് ട്രാൻസ് ആയിരിക്കുന്നു, കാരണം ട്രാൻസ് ആണല്ലോ പുരുഷന്മാരോടൊക്കെ താല്പര്യം കാണിക്കുക. അപ്പൊ അങ്ങനെയും വരാം, ക്രോസ് ഡ്രസ്സിങ് ഗേ വരാം. അതായത് അവർക്ക് ഡ്രസ്സിനോട് മാത്രമേ താല്പര്യമുള്ളൂ, സെക്ഷുവാലിറ്റി ഒരു പുരുഷനോട് വന്നതുകൊണ്ട് അവർ ട്രാൻസ് ആവണമെന്നില്ല. അവര് ക്രോസ് ഡ്രസ്സിങ് വുമൺ എന്നാണ് പറയാറ്. അവര് മെയിലാണ്, ജെൻഡർ മെയിലാണ്, ബോഡി മെയിലാണ്, ഗേ സെക്സ് ആണ്, അതായത് സെക്ഷുവാലിറ്റി ഗേ ആണ്, പക്ഷെ ഡ്രസ്സിങ് ഒരു ഫീമെയിലിന്റെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രോസ് ഡ്രസ്സിങ് വുമൺ ആവുന്നു. അതുപോലെ അതേ ക്രോസ് ഡ്രസ്സിന് ബൈസെക്ഷലും ആവാം, അതായത് ബോഡി മെയിലാണ്, ജെൻഡർ മെയിലാണ്, ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രീകളുടെ, അപ്പൊ ക്രോസ് ഡ്രസ്സിങ് വുമൺ ആയി. സെക്ഷുവാലിറ്റി പുരുഷനോടും തോന്നാം, സ്ത്രീയോടും തോന്നാം, അപ്പൊ അവര് ബൈസെക്ഷൽ ക്രോസ് ഡ്രസ്സർ ആവും. അപ്പൊ അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ ക്രോസ് ഡ്രസ്സറും ട്രാൻസ്ജെൻഡറും രണ്ടും രണ്ടാണ്. അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ക്രോസ് ഡ്രസ്സിങ്ങിന്റെ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇതിൽ കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കാൻ താല്പര്യമുള്ളവര് കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഹോം പേജിൽ, എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ എൻ്റെ ഹോം പേജിൽ കാണാം എൻ്റെ ഈ ലിങ്ക്. അതിൽ ഷാനു എന്നാണ് കാണുക. അതാണ് എൻ്റെ പഴയ ഐഡിയ ആണ്, ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ടില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹനില ഷാനു പി സിയാദ് എന്നാണ് കാണുക. അപ്പോൾ അതിൽ പോവാം. പിന്നെ നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഓൾറെഡി എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആരെയും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ നോക്കും, പ്രൊഫൈലൊക്കെ നോക്കും, നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ എനിക്ക് മെസ്സഞ്ചറിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ചതാണെന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നോക്കും മെസ്സഞ്ചറിൽ. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യമുള്ളതാണെങ്കിൽ റീപ്ലൈ തരും. ഞാൻ കൂടുതൽ ചാറ്റ് ചെയ്യാൻ നിൽക്കില്ല, റീപ്ലൈ തരാം, പറ്റുന്ന റീപ്ലൈ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ റീപ്ലൈ തരും. അപ്പൊ അതാണ് എൻ്റെ ഫേസ്ബുക്കിന്റെ ID കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് എനിക്കിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തവർ താഴെ അവരുടെ ID ഒന്ന് ടൈപ്പ് ചെയ്യുക. അത് ഞാനാണ്, എൻ്റെ ID ഇതാന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ പോയിട്ട് അത് നോക്കിയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ പ്രൊഫൈല്, പിന്നെ റോമിയുടെ കാര്യം, റോമി എനിക്ക് റിക്വസ്റ്റ് അയച്ചു. റോമിയുടെ അതായത് ഒരു ബ്രേസറും വയറൊക്കെ കാണുന്ന രീതിയിൽ, ഷെഡിയൊക്കെ കാണുന്ന രീതിയിൽ ഒരു പ്രൊഫൈലായിരുന്നു. അപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, റോമി ഞാൻ തെറ്റ് പറയല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ആരെങ്കിലും നോക്കുമ്പോൾ താഴെ ഇങ്ങനെ ഒരു ഫോട്ടോസ് കാണുമ്പോൾ എന്നെ മോശമായിട്ട് കാണും, അല്ലെങ്കിൽ എന്നോട് മോശമായ രീതിയിലുള്ള റിക്വസ്റ്റുകൾ കൂടുതൽ വരും. റോമി അയക്കുന്നല്ല, റോമി ഒരു ഷീമെയിൽ ആണെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഷീമെയിലോ ക്രോസ് ഡ്രസ്സറോ എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പുരുഷന്മാരെ എനിക്ക് ഇങ്ങനെ റോങ് ആയിട്ട് മെസ്സേജ് അയക്കും. അതായത് ഇപ്പം ഞാൻ സെക്സ് ചെയ്യില്ല, അല്ലെങ്കിൽ പ്രണയിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു മാനേഴ്സ് കീപ്പ് ചെയ്യണം. ഞാൻ ഫേസ്ബുക്ക് ID-യിൽ എൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ID ആണ്. നല്ല രീതിക്കുള്ള ഡ്രസ്സിങ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇനി ഭാവിയിൽ ചെയ്യാതിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എനിക്ക് ആ രീതിയിലുള്ള റിക്വസ്റ്റുകൾ മാത്രമേ വരുള്ളൂ. പിന്നെ ഞാൻ അതിന് തന്നെ നേരം വേണം, എനിക്ക് അവരുടെ അടുത്ത് വഴക്കിടാൻ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ഫുള്ള് എന്താണ് പത്നിയാണ്, പതിവ്രതയാണ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് താല്പര്യമുള്ളവരുടെ അടുത്ത് പ്രണയിക്കാം, സെക്സ് ചെയ്യാം, അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കും അതുപോലെ ഉണ്ടാകും, അതിന് ഞാനൊരു തെറ്റും പറയുന്നില്ല. നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. പേഴ്സണലി എനിക്ക് നിന്നോട് ഒരു വിരോധവും വിഷമവും ഒന്നുമില്ല. നിനക്ക് മെസ്സഞ്ചറിൽ വേണമെങ്കിൽ മെസ്സേജ് അയച്ചോ, ഞാൻ റീപ്ലൈ തരാൻ കുഴപ്പമില്ല. കമന്റ് ചെയ്തോ, നമ്പർ വേണമെങ്കിൽ തരാൻ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രൊഫൈലിൽ അയക്കുന്ന സമയത്ത് അത് എനിക്ക് കംഫർട്ടബിൾ അല്ല. എനിക്ക് പിന്നെ വേണമെങ്കിൽ എനിക്കൊരു ഫേക്ക് ID ഉണ്ടെങ്കിൽ എനിക്കത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം.
മനസ്സിലായി. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു റിയൽ ഐഡിയ ആണ്. റിയൽ ഐഡിയയിൽ ഞാൻ ഇങ്ങനെയുള്ള പ്രൊഫൈൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ റോമി ഒരുപക്ഷെ നല്ലൊരു വ്യക്തി ആയിരിക്കാം. റോമിക്ക് അങ്ങനെയുള്ള ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ അങ്ങനെ ഇടാനാണ്, പ്രൊഫൈലിൽ ഇടാനാണ് താല്പര്യം, ഓക്കെ. പക്ഷെ നിന്റെ ഫേസ് പോലും അതിലില്ല. ഫേസ് നീ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഞാൻ എന്തിനാ റിസ്ക് എടുക്കണം? അതുകൊണ്ടാണ്. അപ്പൊ ഇത് പറഞ്ഞത് കൊണ്ട് റോമി ഒന്നും വിഷമിക്കരുത്. എല്ലാവരുടെ അടുത്തും ഞാൻ കാര്യമായിട്ട് പറയാണ്, അങ്ങനെയുള്ള ഒരു പ്രൊഫൈൽ വെച്ചിട്ട് എൻ്റെ റിക്വസ്റ്റ് തരരുത്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കും. കാരണം ഞാൻ നോർമൽ ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് അതിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ എല്ലാവരും എന്നെ മോശമായിട്ട് കാണും. മോശമായിട്ട് മീൻസ് നമ്മൾ സെക്സ് ആയിരുന്നു. ഒന്നാമത് ഞാൻ ട്രാൻസ് ആണ്. അപ്പം നമ്മൾ ട്രാൻസ് ആയിട്ട് ആ ഒരു സെക്ഷലി എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉള്ളവരുടെ അക്സെപ്റ്റ് ചെയ്താൽ എനിക്ക് അവരും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് കരുതുള്ളൂ. അപ്പം ഇവളും അതുപോലെ തന്നെ ആയിരിക്കും കൊണ്ട് റിക്വസ്റ്റ് അയക്കും. എനിക്കിഷ്ടമല്ല. എനിക്കിങ്ങനെ അതായത് അത് ഞാൻ കഥകൾ പറയാം. എനിക്കിങ്ങനെ ഫേസ്ബുക്കിൽ കുറെ മെസ്സേജുകളൊക്കെ വന്നിട്ട് എനിക്കത് ഇഷ്ടമല്ല. എന്നിരുന്നാലും ആ രീതിയിൽ അതല്ലെങ്കിൽ ഒരാളെ പ്രണയിക്കുന്നു, സെക്സ് ചെയ്യുന്നു, അങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കഥകളും ഞാൻ പറയാം. പക്ഷെ എനിക്ക് ആ ഒരു ഫേസ്ബുക്കിൽ നമ്മൾ ഇപ്പം യൂട്യൂബിലാണെങ്കിൽ ആ രീതിയിൽ ഞാൻ മാനേഴ്സ് കീപ്പ് ചെയ്യണം. അപ്പൊ യൂട്യൂബിൽ ഞാൻ ഈ ഷെഡിയും ബ്രേസറൊക്കെ ഇട്ടുന്ന വീഡിയോ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കാണും? റോമി തന്നെ ചിന്തിക്ക്. ഞാനൊരു ബ്രേസർ ഇട്ട് വയറും കാണിച്ച്, വയറ് കാണിക്കുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഞാനൊരു ഷീമെയിൽ നിന്ന് എഴുതി വെച്ചിട്ട് വീഡിയോ ഇടാണ്. തംബ്നെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാണുന്നവര് സെക്സ് മൈൻഡിലെ വരുവുള്ളൂ. നോർമൽ ആയിട്ടുള്ള ഇതിലിപ്പോ സ്ത്രീകൾ കാണുന്നവരുണ്ട്, പുരുഷന്മാര് കാണുന്നവരുണ്ട്, എന്നെ പോലെ ട്രാൻസ് കാണുന്നു. ഇവരൊക്കെ ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വരുന്നതാണ്. ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞോ ഇതികളൊക്കെ എന്നാലും സെക്സ് തന്നെ ആ ഒരു മൈൻഡായിരിക്കും. മനസ്സിലായ? പിന്നെ ഞാൻ പൊതുവെ എല്ലാം ഉണ്ട്. സെക്സ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ജീവിതമാണെങ്കിലും ഫാമിലി ആണെങ്കിലും. കാരണം എല്ലാം വിട്ട് കളിയില്ല. ഫുൾ ടൈം സെക്സ് മാത്രം അല്ലെങ്കിൽ ഫുൾ ടൈം അത് മാത്രം ആ ഒരു ലൈഫല്ല. നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെയാണ്. നമ്മൾ കുറച്ച് മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പാല് വിൽക്കാൻ പോകുന്ന ആള് മറ്റേ ബിക്കിനി വെയർ ഇട്ടുകൊണ്ട് പോയി വെവിറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഒരു ടീച്ചർ ബിക്കിനി വെയർ ഇട്ട് കഴിഞ്ഞാൽ സമ്മതിക്കുമോ? നമുക്ക് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ അങ്ങനെ റീൽസ്, ഇപ്പൊ ചിലവർ അങ്ങനെ റീൽസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം. അല്ല ഇപ്പൊ ഞാനൊരു ആക്ട്രസ് ആണ്, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ചിലവരിപ്പോൾ ആക്ട്രസ് ആണെങ്കിൽ അവർ ആ രീതിയിലൊക്കെ ഡ്രസ്സ് ധരിച്ചാലേ അവർക്ക് ആ രീതിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അവരുടെ ടാലന്റ് അതാണ്, അല്ലെങ്കിൽ അവരുടെ വരുമാനം അതാണ്. അപ്പൊ നമുക്ക് ചെറിയതായിട്ട് ക്ലീവേജ് ഒക്കെ കാണിച്ചിരിക്കാം. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ അല്ലെങ്കിൽ നാട്ടിലെ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ കുറച്ച് കാശുകാരാവുന്നു, കുറച്ച് ഫേമസ് ആവുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ എനിക്ക് കുറച്ച് ക്ലിവേജ് ഒക്കെ കാണിച്ച് നിൽക്കാം. സാഹചര്യത്തിനനുസരിച്ച് നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നോർമലി പറഞ്ഞ പോലെ അമർ അക്ബർ അന്തോണി ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു, മരിച്ചു കിടക്കുമ്പോൾ മറ്റേ ഷർവാനി കുർത്തയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ശരിയല്ലല്ലോ. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. റോമി ഇതിന്റെ പേരിൽ എന്നോട് വിഷമോ ദേഷ്യമോ ഒന്നും വെക്കരുത്. റോമി എനിക്ക് എൻ്റെ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കണം. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ആണാണോ, പെണ്ണാണോ, ട്രാൻസ് ആണോ, ഫീമെയിൽ ആണോ, സെക്സ് വർക്കർ ആണോ, ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും മനുഷ്യരായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഞാൻ നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിലാണെന്ന് ചിന്തിപ്പിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.